Good morning, students. We are discussing the topic New Economic Policy. We studied that there are three pillars for new economic policy, that is liberalization, privatization and globalization. We completed our discussion on liberalization. Today we are going to discuss the other features of new economic policy, that is privatization and globalization. Privatization means changing of the ownership or management of a state-owned enterprise with a view to improve the performance of public sector enterprises. The wave of privatization have spread all over the world. Need for privatization was felt mainly because of the poor performance of public sector undertakings. Privatization എന്ന് പറഞ്ഞാൽ changing the ownership of public sector undertakings. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഓണർഷിപ്പ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓണർഷിപ്പ് ആദ്യം ഗവൺമെൻറ്റിലായിരുന്നു. അത് മാറ്റി സ്വകാര്യ മേഖലയ്ക്ക് ഏൽപ്പിക്കുക, അതാണ് പ്രൈവറ്റൈസേഷൻ. എന്തിനാണ് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുന്നത്? പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുന്നത് അതുവരെ കൂടുതൽ പ്രാധാന്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി വളരെ മോശമായിരുന്നു, അതിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അപ്പോൾ കൂടുതൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ ക്യാൻ ബി ഡൺ ബൈ ടു വേയ്സ്. നമ്പർ 1, ബൈ withdrawal of the government from the management and ownership of public sector companies. By withdrawal of the government from the management and ownership of public sector companies. ഗവൺമെൻറ് പിൻവാങ്ങുക പബ്ലിക് സെക്ടർ കമ്പനിയുടെ ഓണർഷിപ്പിൽ നിന്നും അതുപോലെ അതിൻ്റെ മാനേജ്മെൻറ്റിൽ നിന്നും ഗവൺമെൻറ് പിന്മാറുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ, ഒന്നാമത്തെ ഫോമിലുള്ള പ്രൈവറ്റൈസേഷൻ. Number 2, by outright sale of public sector companies to private sector. Number 2, by outright sale of public sector companies to the public or to the private sector. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുക, നേരിട്ട് വിൽക്കുന്ന അവസ്ഥ, അതിനെയും പ്രൈവറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ ഈസ് ഡൺ ഇൻ 2 ways. 2 തരത്തിലാണ് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുന്നത്. ഒന്ന്, ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റിൽ നിന്നും അതുപോലെ ഓണർഷിപ്പിൽ നിന്നും പിന്മാറുക, ഗവൺമെൻറ്റിന് യാതൊരു അധികാരവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക. 2, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നേരിട്ട് വിൽക്കുന്ന അവസ്ഥ. ഇത് രണ്ടും പ്രൈവറ്റൈസേഷനാണ്, പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതാണ്. പ്രൈവറ്റൈസേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കറിയാം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ മെഷീനറി വാങ്ങുക, പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുക, അതിനൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദി ഫോം ഓഫ് പ്രൈവറ്റൈസേഷൻ. Number 2, improving the financial performance of public sector companies and raising revenue for the government, etc. are the important aims of privatization. It should be remembered that all of our public sector companies are not inefficient. The performance of some of our public sector companies is excellent. So the government gave them autonomy. Those companies are known as നവരത്നാസ്. ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പല
പൊതുമേഖലാ സ്ഥാപനങ്ങളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. വലിയ ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്ത്യയിലുണ്ട്. പല പെട്രോളിയം കമ്പനികളും, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ONGC എക്സെട്ര. ഗവൺമെൻറ് അവർക്ക് ഓട്ടോണമി, സ്വയംഭരണ പദവി, അവരുടെ മാനേജ്മെൻറ്റും മാനേജീരിയൽ പവർ എല്ലാം അവർക്ക് നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. അത്തരം കമ്പനികളെ, അങ്ങനെയുള്ള 9 കമ്പനികളാണ് ഇന്ത്യയിലുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് നവരത്നാസ്. The next important feature of new economic policy is globalization. Globalization means integration of domestic economy with the world economy. The world became a global village. This is the outcome of liberalization and privatization. Due to globalization process, there will be unrestricted flow of goods and services, technology, capital, etc. among different parts of the world. To Amartya Sen, globalization is a phenomenon, not a policy. മൂന്നാമത്തെ ഫീച്ചർ, ന്യൂ ഇക്കണോമിക് പോളിസിയുടെ മൂന്നാമത്തെ ഫീച്ചറാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു വില്ലേജായി മാറുന്ന അവസ്ഥയാണ്. എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു കളഞ്ഞ് എല്ലാവരും ഒന്നാകുന്ന അവസ്ഥ, അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് യാതൊരു തടസ്സവുമില്ലാതെ സാധനങ്ങളും അതുപോലെ സേവനങ്ങളും ടെക്നോളജിയും ക്യാപിറ്റലും എല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കാനും ഇറക്കുമതി ചെയ്യാനും ഒക്കെ സാധിച്ചു. പ്രൈവറ്റൈസേഷനും അതുപോലെ തന്നെ ലിബറലൈസേഷനും നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് ഗ്ലോബലൈസേഷൻ. നമ്മളെ പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും നടപ്പിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് ഗ്ലോബലൈസേഷൻ. അതൊരു പോളിസി അല്ല, അത് ഒരു ബൈ പ്രോഡക്റ്റാണ്. വൺ ഓഫ് ദി ഔട്ട്കം ഓഫ് ഗ്ലോബലൈസേഷൻ ഈസ് ഔട്ട്സോഴ്സിങ്. വാട്ട് യു മീൻ ബൈ ഔട്ട്സോഴ്സിങ്? Outsourcing means sourcing from outside. Several developed countries outsourcing several services from developing countries. The computer software, ITS, services like medical transcription, legal services, accounting, animation, etc. are the important outsourcing business. India is an important outsourcing destination because we know that we have a large pool of skilled human power, then our proficiency of our English language, computer knowledge and low wage rate make India a source of outsourcing destination. Most of the multinational companies, even small companies, are outsourcing their services to India at a cheap rate. Outsourcing, ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രധാന ഔട്ട്കമാണ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസ്, വികസിത രാജ്യങ്ങൾ അവരുടെ പല ജോലികളും ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ ഏൽപ്പിക്കുന്നു. അതിൻ്റെ കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല നോളജ്, സ്കിൽഡ് മാൻ പവർ, ഇന്ത്യയിൽ ധാരാളം സ്കിൽഡ് മാൻ പവർ ഉണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ നോളജ്, പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ഇവിടെ വേജ് റേറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലെ ജനങ്ങൾക്ക് അവരുടെ ജോലികൾ വളരെ കുറഞ്ഞ കോസ്റ്റിൽ ഇത്തരം ഡെവലപ്പിംഗ് കൺട്രീസിൽ ഏൽപ്പിച്ചാൽ ചെയ്തു കിട്ടും. അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷനാണ്, ഒരു സ്ഥലമാണ്. പല ജോലികളും ഇന്ത്യയെ
ഇത്തരം ജോലികൾ ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു ഫലമായിട്ടുണ്ടായ ഒന്നാണ് ഈ ഔട്ട്സോഴ്സിംഗ്. We can conclude our discussion about the features of new economic policy. There are mainly 3 features. First feature is liberalization. Liberalization means liberate the economy from unnecessary controls and restrictions. Liberalization process take place in different fields of the economy, in banking sector, then tax reforms, trade and investment sector, etc. The second important feature is privatization. Privatization is also known as disinvestment or denationalization. Give more importance to private sector. Then the third feature is globalization. As a result of globalization, the world became a global village. All the restrictions on imports and exports are reduced. So dear students, please study this topic very well. This topic is very important in examination point of view. Thank you.